ദിസ് ജോളിയും ഗ്രീഷ്മയും, ഗ്രീഷ്മ എന്ന് തന്നെയല്ലേ എൻ്റെ പേര്, കഷായം ഗ്രീഷ്മ, ഇവർ രണ്ടുപേരുടെയും എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് ഭയങ്കര പുകില് നടക്കുകയാണ്. ജയിലിൽ പോയാൽ പോരെ, പഠിപ്പിക്കുന്നില്ലേ, പഠിക്കാൻ പറ്റുന്നില്ലേ, അങ്ങനെ ഇത്യാദി തുടങ്ങി ഭയങ്കരമായ സംഭവങ്ങളാണ് നടക്കുന്നത്. എം എ കംപ്ലീറ്റ് ചെയ്തു, PG കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കഷായം ഗ്രീഷ്മ കൊച്ചിൻ. അതേപോലെ തന്നെ ജോളി സെക്കൻഡ് ഇയർ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെക്കൻഡ് ഇയർ ആണ് പോയി എഴുതിയിരിക്കുന്നത്. അപ്പം ഇതൊരു ചർച്ചയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷെ കുറച്ച് അവയർനെസ് തരാമെന്ന് തോന്നി. പലരും ഇതിനെ ബേസ് ചെയ്തിട്ട് കണ്ടു അവർക്ക് കൊടുക്കുന്നത് റോയൽ ഫെസിലിറ്റീസ് ആണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ കമ്മ്യൂണിസത്തിനെ പിടിച്ചിട്ടിട്ടുണ്ട്. സഖാക്കന്മാരൊക്കെ ജയിലിൽ കിടക്കുന്നതാണ്, അതുകൊണ്ടാണ് ജയിലിൽ ഇത്രയും ഫെസിലിറ്റീസ് ഏർപ്പാടാക്കിയത്. അങ്ങനെയൊക്കെ കുറേ പേരുടെയൊക്കെ വീഡിയോസ് കണ്ടു. അപ്പം ഇതിനകത്ത് ഒരു സംശയം തീർക്കാം. പണ്ട് നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ ചായയൊന്നും കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ചായയൊന്നുമില്ല, പോടയച്ചി, അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു മെത്തേഡായിരുന്നു. പിന്നെ കോതമ്പുണ്ടയായിരുന്നു. കോതമ്പുണ്ട മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നാണ് പറയുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ ചായ കിട്ടുന്ന ഒരു വകുപ്പാക്കി കൊടുത്തത് നമ്മുടെ കൃഷ്ണൻ ചേട്ടനാണ്. ആര്? ബാലകൃഷ്ണ എന്താ പ്രശ്നം ചോദിക്കുന്നില്ലേ? ആരുടെ? ഗണേശൻ്റെ അപ്പൻ. അദ്ദേഹത്തിന് ഒരു വർഷം അവിടെ കിടക്കേണ്ടി വന്നു. കിംസിലാണ് ഫലത്തിൽ കിടന്നതെങ്കിലും പുള്ളി അവിടെ കിടക്കുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ രാവിലെ ചായ കിട്ടാത്തത് കൊണ്ട് ചായയ്ക്ക് വേണ്ടിയിട്ട് ചായ വേണമെന്നുള്ളൊരു നിയമം കൊണ്ടുവന്നത് അങ്ങേരാണ്. എന്നിട്ട് സഖാക്കന്മാർക്ക് കിടക്കപ്രതിയിൽ ഗോതമ്പുണ്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ തിന്നാൻ പറ്റുന്ന വല്ലതൊക്കെ വേണ്ടേന്നുള്ളത് കൊണ്ടാണ് അപ്പം ദോശ എന്നൊക്കെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ മെനു, ഇതിൻ്റെ ചാർട്ട് നെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എവരിവൺ സുതാര്യമായത് കൊണ്ട് തന്നെ എല്ലാവർക്കും കാണാവുന്നത് തന്നെയാണ്. എത്ര 2 ദിവസത്തിൽ 3 ദിവസവും കണ്ട 3 ദിവസം മൊത്തം ടോട്ടലി എല്ലാ വീക്കിലും 3 ദിവസം മാംസാഹാരം കൊടുക്കും. അതിൽ ഫിഷുണ്ട്, മട്ടൻ ഉണ്ട്, 2 ദിവസം ഫിഷ്, 1 ദിവസം മട്ടൻ, അങ്ങനെയൊക്കെയാണ്. പിന്നെ അവിടുന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും ചിക്കനും ഒന്നും അവർ കഴിക്കുന്നതല്ല കേട്ടോ. ചിക്കനൊന്നും അവിടെ കൊടുക്കില്ല, മട്ടനേ കൊടുക്കുകയുള്ളൂ. അതിനിപ്പോൾ എന്താണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇങ്ങനെയാണ് അവരുടെ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ പലരും ഇതിനെ പരാതി പറയണു, ജയിലിൽ അങ്ങനെ കിട്ടുന്നു, ജയിലിൽ ഇങ്ങനെ കിട്ടുന്നു. നിങ്ങളെന്താ ഈ ജയിലെന്ന് വെച്ചാൽ വിചാരിച്ചിരിക്കുന്നത്? ജയിലിനകത്ത് പണ്ടത്തെ കാലഘട്ടത്തിൽ കുന്തവും കുറച്ചക്കുറവൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കിങ്കരന്മാരും ഇരുട്ടറകളിൽ കൊണ്ട് അടയ്ക്കപ്പെടുന്ന ജയിൽ, ഇതൊക്കെയാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയാണോ? തൂക്കിക്കൊല്ലൽ, കഴുത്ത് വെട്ടിക്കൊല്ലൽ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ജയിലെന്ന്. ഇതല്ല, ജയിലും പോലീസ് സ്റ്റേഷനും ഒക്കെ ജനകീയമാക്കിയിട്ട് കാലങ്ങൾ എത്രയേ. ഇപ്പം ജനകീയ പോലീസ് സ്റ്റേഷൻ എന്ന് പറയണത് എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമങ്ങളിലൊക്കെ സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ജയിലിൽ കിടക്കുന്ന നമ്മുടെ പൗരന്മാർ തന്നെയാണ്, അവർ കുറ്റവാളികളാണ്. അങ്ങനെ കുറ്റം ചെയ്തവർ, ഇപ്പോൾ ദുർഗുണ പരിഹാര പാഠശാലയുണ്ട്, കൊച്ചുമക്കളെ കൊണ്ടിടുന്നത് 18 വയസ്സിലകത്ത് ഇതുപോലത്തെ വൃത്തികേടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്നിടും. അവിടെ നിങ്ങൾ എന്താ ഇമ്മമാരെ അടിക്കണം എന്ന വിചാരം? പുറത്ത് ഒരാൾക്ക് അവരെ തല്ലാൻ പറ്റത്തില്ല, അകത്തൊരാൾക്ക് അവരെ തല്ലാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അത് റിഫോർമേഷൻ സെൻ്ററാണ്. അവർ പിന്നെ ഫോം ചെയ്തെടുക്കും, വീണ്ടും ഫോം ചെയ്തെടുക്കും. തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്ത്, തിരുത്തി കൊടുത്ത്, അവരെ നന്നാക്കി പുതിയ പൗരന്മാരാക്കി പുറത്തേക്ക് വിടും. അവിടെ നല്ല നടപ്പ് നടന്നു കഴിഞ്ഞാൽ ജീവപര്യന്ത ശിക്ഷ കുറേ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതാണ്. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ ഈ മൗലിക അവകാശങ്ങളാണ് വസ്ത്രം, പിന്നെ ഈ ആഹാരം, അതേപോലെ നടപ്പ് സ്വാതന്ത്ര്യം. ഈ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇവർ സമൂഹത്തിന് ഒരു ബാധ്യതയാണ്, ബുദ്ധിമുട്ടാണ്. ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ പിടിച്ചിടുന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അവരുടെ മൗലികാവകാശങ്ങളെ നമുക്ക് ഖണ്ഡിക്കാനോ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഒരാളെ പോലീസ് പിടിച്ചു എന്ന് വയ്ക്കുക, സച്ചിൻ കേസ് പിടിച്ചു കഴിഞ്ഞാൽ 14 ദിവസം റിമാൻഡ് ചെയ്യുമ്പം ഇവർക്ക് കൊടുക്കേണ്ട ഫുഡിൻ്റെ മെനു ഉൾപ്പെടെയാണ് അവിടെ സാങ്ഷൻ ചെയ്യുന്നത്. നിങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് പ്രകാരം കസ്റ്റഡിയാണ്. അല്ലാതെ അവിടെ നിങ്ങളെ കൊണ്ട് തൂക്കിക്കൊണ്ട് മുട്ടയിടാനൊന്നും പറ്റത്തില്ല. ജയിലെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ അതെന്തൊരു സംഭവമാണെന്ന്. പക്ഷേ ഈ പറയുന്നവരൊക്കെ ഭയങ്കര സംഭവമാണ്, അവിടെ എന്തൊക്കെ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്, അവിടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെ വാഴയും ചക്കയും ചേനയൊക്കെ ഒത്തിക്കയറ്റി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നവരടുത്ത് അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പോയി കിടക്കി. എന്തേ പറ്റാത്തത്? മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സാധനമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ആ സാധനത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതാണ് ഏറ്റവും വേദന എന്ന് പറയും. ബേസിക്കലി ഞാനിപ്പോൾ ഏതാണ്ട് ജയിലിൽ പോലെയാണ്. എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഓൾറെഡി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മളെവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇപ്പോഴുള്ള കുറേ പേരുടെയൊക്കെ ഒരു മെയിൻ പ്രോബ്ലം ഇത് തന്നെയാണ്. അവർ ഇങ്ങനെ കെട്ടപ്പെട്ട ഒരു തരം ജയിൽ ജീവിതം നയിക്കുന്നവരാണ്. മിക്ക വീട്ടമ്മമാരെ എടുത്തു നോക്കും, വീട്ടിലെ അമ്മമാരാണ് എന്ന് പറയുന്ന മിക്ക വീട്ടമ്മമാരുടെ അവസ്ഥ അതാണ് ആണ്ടിലും സംക്രാന്തിയിലൊക്കെ അതിനൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകണത്. നമ്മൾ ഫങ്ഷൻസൊക്കെ വീട്ടിൽ വെച്ച് ആഘോഷിച്ച് അങ്ങനെ അത് അങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നോർത്ത് പോയിട്ട് അത് മനസ്സിലാക്കുക. ഈ
നമ്മൾ ഒരു വിഭാഗം മൊത്തത്തിൽ അങ്ങോട്ട് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ജയിൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭൂലോകം കാണാൻ പാടില്ല. അവരെ ഫുള്ള് നമ്മളവിടെ ക്യാപ്ചർ ചെയ്ത് അവിടെ ഇട്ടേക്കണം. എന്നിട്ട് കൈകളിൽ ചങ്ങല ഇട്ട് കൊടുക്കണം. ചങ്ങല ഇട്ട് കൊടുത്ത് അവരെ മഹാപീഡനം നടത്തണം. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല കഥ. അവരുടെ മേലൊരു മണ്ണ് വീഴാൻ പാടില്ല. അവരുടെ ജീവൻ എന്തെങ്കിലും അപകടം അതിനകത്ത് വെച്ച് സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി അതിൻ്റെ അധികാരികളായിട്ടുള്ളവരാണ്. പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഈ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് തിരുത്തി അവർക്ക് എന്തെങ്കിലും തിരുത്തലുകൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അത് മാറ്റി നല്ലവരായി ജീവിക്കാൻ അവസരവും കൂടെ കൊടുക്കുകയാണ്. ഇവിടെ മദ്രാസിലെ മോൻ വന്ന് കൊലപാതകം നടത്തിയ ഒരു കഥയില്ലേ? ആ മദ്രാസിലെ മോൻ കല്യാണം കഴിച്ച് 2 പിള്ളേരുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് ഇപ്പോഴും. അതറിയത്തില്ല. അയാൾ ജയിലിൽ കിടന്ന സമയം അയാൾക്ക് അവിടെ വെച്ച് മാനസാന്തരമുണ്ടായി, പുറത്തേക്ക് വന്നു. അയാൾക്കൊരു പെണ്ണ് ഓക്കെ എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു. അയാൾ കല്യാണം കഴിച്ച് 2 പിള്ളേരുമായി. ജയിലുകൾ റിഫോർമേഷൻ സെൻ്ററാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ചിന്താധാരകൾ കൊണ്ടുപോകാതിരിക്കുക. പിന്നെ പഠിപ്പിച്ചത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്നത് എവിടെ നിന്നാണ്? സർവകലാശാല എന്നാണ്. എന്താണ് സർവകലാശാല? എല്ലാ കലകളുടെയും ഒരു ശാല, ഒരു കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ വരുന്ന വല്ലതൊക്കെ പഠിച്ചെടുക്കണ്ടേ? മരണം വരെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം. എത്രയോ പേരങ്ങനെയുണ്ട്. പഠനത്തിനൊരു ടൈം പീരീഡ് കൊടുക്കുന്നത് ആരാണോ? എവിടെയാണ് ഈ ലിമിറ്റേഷൻസ് ഒക്കെ വെക്കുന്നത്? മരണം വരെ നിങ്ങൾക്ക് പഠിക്കാം. വിദേശത്തൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ MBA ഒക്കെ എടുക്കുന്നത് നല്ല 60-70 വയസ്സുകളിലൊക്കെയാണ്. അവർക്ക് അപ്പോഴാണ് സമയം കിട്ടിയത്. അവരവരുടെ ആ ഒരു സന്തോഷം അപ്പോഴ് നേടിയെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി പേരുണ്ട് LLB ഒക്കെ എടുക്കുന്ന ഒരുപാട് വൈകിട്ടാണ്. സമയം ഉണ്ടെങ്കിൽ എടുക്കുക. കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് ഒരു വിധ പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചെഴുതി എടുക്കുക, കുഴപ്പമില്ല. എല്ലാ പഠനങ്ങളും ജോലി കിട്ടാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കരുത്. ജോളി എന്തുകൊണ്ടാണ് പഠിക്കണേ എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ അവരുടെ ലൈഫ് ഹിസ്റ്ററി പറയാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. അവരുടെ കുറേ വീഡിയോസ് വിഷ്വൽസ് ഞാൻ കണ്ടിരുന്നു. അതിനകത്തൊക്കെ തന്നെ ജോളിയുടെ മെയിൻ പ്രോബ്ലം എഡ്യൂക്കേഷനായിരുന്നു. അവർ അത്യാവശ്യം മോഡേണായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെ വിവാഹ സമയത്ത് അവരെ കാണാൻ പോയിരുന്ന നാത്തൂൻ, ആ നാത്തൂനാണ് ശരിക്കും പറഞ്ഞാൽ ജോളിയെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് ഞാൻ പറയും. ഇപ്പം നാത്തൂനാണ് ഇത് തെളിയിച്ചതെന്നുള്ള രീതി പറയുന്നില്ല, സത്യത്തിലല്ല. ആ നാത്തൂൻ ഒരുത്തി കാരണമാണ് സത്യം പറഞ്ഞാൽ ജോളിക്ക് ഇത്രയും ട്രബിൾ ഇതേണ്ടി വന്നത്. ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല, ഓപ്പണായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ. അതേസമയം അറിയാമെന്ന് ഭാവിച്ച് എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ 10-40 പേരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് നീ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ പണി വാളുക. ഇത് ഉണ്ടാക്കി കൊടുക്കാനുള്ള വെപ്രാളത്തിൽ കയറി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ, അറിയാതെ പണി ചെയ്യാൻ പോയാൽ ചൊറിഞ്ഞ് പണി വാങ്ങിക്കോ. അതാണ് ജോളിക്ക് സംഭവിച്ചത്. ജോളി ഒരു തെറ്റ് മറയ്ക്കാൻ അടുത്തത് മറയ്ക്കാൻ അടുത്തത്, അങ്ങനെ ഓരോരുത്തർ തീർത്തു. ആദ്യത്തെ 2 തീർത്തപ്പോൾ തന്നെ പുള്ളിക്കാരത്തിയുടെ കയ്യിൽ അറപ്പങ്ങോട്ട് മാറി. ആരും പിടിക്കുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒന്നൊന്നായിട്ട് അങ്ങോട്ട് തീർത്തു എന്നുള്ളതാണ്. ആദ്യം ഭർത്താവിൻ്റെ അമ്മയെ തീർത്തു. അതിൻ്റെ കാരണം എന്തായിരുന്നു? അവർ ജോലിക്ക് പോകാൻ പറയും. MCOM വരെ പഠിച്ച കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഇവൾ പ്രീ ഡിഗ്രി പോലും പാസ്സായിട്ടില്ല, ജസ്റ്റ് പാസ് എന്നാണ് മനസ്സിലാകുന്നത്. 10th എന്തോ പാസ്സായതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇഗ്നൂവിൽ അവൾ അഡ്മിഷന് പോയിരിക്കുന്നത്. അപ്പോൾ അത് പാസ്സായിട്ട് വന്ന് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. കാരണം അമ്മ കല്യാണം സമ്മതിക്കണ്ടേ? മോഡേണിസമൊക്കെ ചെറുകനിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടണ്ടേ? അമ്മ മകനെ സെക്യൂറാക്കാൻ മരുമകളെ ജോലിക്ക് വിടുന്നതിനെ പറ്റി കൂടുതൽ ആഴമായി ചിന്തിച്ചു. മരുമകൾക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല, വീട്ടിൽ ഇരിക്കുന്നതിന് ഇഷ്ടം, അതങ്ങ് വിട്ടുകൊടുത്താൽ പോരായിരുന്നു. പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യൂ? അമ്മായിയമ്മയ്ക്ക് കുറച്ചങ്ങോട്ട് കൊടുത്തു. അമ്മായിയമ്മ തീർന്നു കിട്ടി. അപ്പോൾ സമൂഹത്തിൽ കിട്ടേണ്ട ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ടീച്ചർ എന്ന നിലയിൽ അവർക്ക് കിട്ടുന്ന ഒരു പദവി തനിക്ക് കിട്ടുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം NITTയിൽ എന്തിനാ ആണെന്നും ടീച്ചറാണെന്നും പറഞ്ഞിട്ട് കുറേ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ചു. അത് ഈ പൊതുസമൂഹം അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വേദന കൊണ്ടാണ്. അവരെന്തോ സംഭവമാണെന്ന് അവർക്ക് കാണിക്കാനുണ്ട്. അതുകൊണ്ടാണ് അന്ന് ഒരുപാട് പ്രോഗ്രാമിലൊക്കെ അവർ സമരങ്ങളിലൊക്കെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത്രയും ഇതിൽ നിന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. മക്കളുടെ മുമ്പിലും ഭർത്താവിൻ്റെ മുമ്പിലും ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അത് മതിയെന്ന് വെച്ചാൽ പോരാ, അങ്ങനെ ആകണമെന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ വരത്തുപോക്ക് ശരിയല്ല എന്നുള്ളതും ഇവളെ സഹായിച്ച വ്യക്തിയുമായിട്ട് ഇവർക്ക് എന്തോ ലിങ്ക് ഉണ്ടെന്നും തിരിച്ചറിയണത് അമ്മാസനാണ്. അമ്മാച്ചൻ്റെ കാര്യം പിടികിട്ടി. കാരണം മാസ ശമ്പളം എന്ന ഇനത്തിൽ ഒരു തുക കൊണ്ടുവന്ന് വീട്ടിൽ എത്തിക്കണമല്ലോ. ആ തുക എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഒരുത്തനെ വെച്ചിട്ട് പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി പുള്ളിക്കാരത്തിൽ നടത്തി. ആ പലിശ സംസാരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽ സംസാരിക്കാനും വന്നത് ഇവർക്ക് ബന്ധമായിട്ടാണ് തോന്നിയത് അമ്മാച്ചന്. എന്നാൽ പിന്നെ അമ്മാച്ചൻ ഇത് കണ്ടെത്തിയ സ്ഥിതിക്ക് മറ്റത് കണ്ടെത്തൂ എന്നുള്ളത് കൊണ്ട് അമ്മാച്ചനെ അങ്ങോട്ട് തട്ടിയപ്പോഴെന്താ? ഭർത്താവിന് കാര്യം പിടികിട്ടി. അത് മനസ്സിലാവുമല്ലോ, കൂടെ കിടക്കുന്നതിലെ രാപ്പനി അറിയോളം എന്ന് പറയുന്നതാണ്. ഭർത്താവിനും കാര്യം പിടികിട്ടി. ഭർത്താവും എന്ത് ചെയ്തു? ഈ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യലുകൾ നടത്തിയപ്പം ഇയാളെ വെച്ചോണ്ടിരുന്ന ഇത് വലിയ പണിയാവും, സർവത്രവും വെളിയിൽ വരും എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഭർത്താവിനും കൊടുത്തു.
ഭർത്താവ് മരണപ്പെട്ടതിനെ പറ്റിയിട്ടുള്ള സംശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്ന ആൾക്കാർ, അതായത് അവരുടെ അമ്മാസനും അതിനോടനുബന്ധിച്ച് ആരൊക്കെ സംസാരിച്ചോ അവരെയൊക്കെ അങ്ങ് കൊന്നു. ഇനി മറ്റൊരു വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിൽ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവിൽ ആഗ്രഹം തോന്നിയപ്പം അവളെയും കൊന്നു, അവളുടെ കൊച്ചിനെയും കൊന്നു, ബാധ്യത വേണ്ടാന്ന്. അയാളുണ്ട്, അയാൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യൽ അവളോട് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്കും ഇത് തന്നെ നടന്നേനെ. ഈ നാത്തൂൻ പെണ്ണിനെയും കിട്ടിയിരുന്നെങ്കിൽ അതിനെയും ചെയ്തേനെ. മക്കൾ ബാധ്യത തോന്നിയാൽ അതിനെയും ചെയ്തേനെ. കാരണം അറപ്പ് തീർന്നു ആ സ്ത്രീക്ക്. പക്ഷേ നിയമവ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ആള് ഊരുന്ന ആളാണ് ആളൂരാനാണ് അവരുടെ കേസ് എടുത്തത്. അയാളുടെ ത്രൂ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് വലിയ പ്രശ്നമൊന്നുമുള്ള കേസല്ല, എനിക്ക് ഊരി വരാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം ആ സ്ത്രീക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അവർ ധൈര്യസമേതം നിൽക്കുന്നത്. ഇപ്പോഴും പലരും പറയണം ജോളി എഡ്യൂക്കേഷന് പോയി, ജോളി സെക്കൻഡ് ഇയർ പഠിച്ചു എന്ന്. അവളെ കളിയാക്കിയത്, ഏറ്റവും കൂടുതൽ അവഹേളിച്ചത് അവൾക്ക് എഡ്യൂക്കേഷൻ ഇല്ലെന്നുള്ളതാണ്. അത് അവൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. പുറത്തേക്ക് വന്നാൽ എന്ത് കിട്ടും, എന്ത് അക്സെപ്റ്റൻസ് എന്നല്ല, ഇന്നിൽ ജീവിക്കുകയാണ് ആ സ്ത്രീ. ഇന്നിൽ ജീവിക്കുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യരെ ഇല്ലാണ്ടാക്കിയത്. നാളെയിലേക്ക് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ആ പരിപാടി ചെയ്യത്തില്ല. അവർക്ക് ഇന്നത്തെ ജീവിതം മാത്രം അറിഞ്ഞാൽ മതി. അവരതാണ് ജീവിക്കുന്നത്. അവിടെ ബുദ്ധിമുട്ടില്ല എന്നല്ല, ജയിലിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ നമ്മൾ അറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഒരാളെ പെട്ടെന്ന് പിടിച്ച് കൂട്ടിനകത്തിട്ട് കൂട്ടിയാൽ എന്താണ്? അതുകൊണ്ടൊന്നുമില്ല. ഇതേ സാധനം തന്നെയാണ് മറ്റേ കുട്ടിയുടെ കേസ്. ഞാൻ അന്ന് ഇവൾക്കൊപ്പം ജയിലിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കിടന്ന് ഡാൻസ് കളിയും ആട്ടവും പാട്ടും കൂത്തുമാണ്. ശരിയാണ്, അവിടെ ഉള്ള എല്ലാം ക്രിമിനൽസാണ്. അപ്പോൾ ഇത് വലിയ കുറ്റമാണ് എന്ന് പറയാൻ യോഗ്യതയുള്ള മറ്റൊരാൾ അവിടെ ഇല്ലല്ലോ. അവിടെ എല്ലാവരും തുല്യ പങ്കാളികളാണ്. ഒന്നല്ലെങ്കിൽ ഒന്നിൽ കുറ്റം ചെയ്തവരാണ് അവിടെ ഉള്ളത്. അത്രയും പേരെയും കൂടെ കാണുമ്പോൾ എൻ്റെ കുറ്റം വലിയ കുറ്റമല്ല എന്ന് അവൾക്കും തോന്നി കാണും. അതായിരിക്കാം. അതുകൊണ്ട് അവൾ പഠിച്ചെഴുതി. അത് അവളുടെ പാഷനാണ്, പഠിക്കുക എന്നുള്ളത്. ആ കൊച്ചു പഠിക്കുന്ന കൊച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചെടുത്തു. അതുകൊണ്ട് ജയിലിനെ കുറ്റപ്പെടുത്തുകയും ജയിലിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നവരടുത്താണ് ഈ മിക്കവാറും ജയിലിൽ. ഇവിടെ കേരളത്തിലൊക്കെ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളൂ. നിങ്ങൾ ദുബായിലൊക്കെ പോയി നോക്കണം. അവിടെയൊക്കെ ഈ കടകളുണ്ട്, പൈസ ഉണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള പിസ്സ, KFC ഒക്കെ കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അവർക്ക് AC ആണ്. അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് AC, ഫാനും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുകയാണ് അവർ. പക്ഷെ എന്താണ്, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അതൊരു പണിഷ്മെൻ്റാണ്. ആ ഒരു പണിഷ്മെൻറ്റേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇത്ര ജീവപര്യന്തം ഇത്രയും കൊല്ലത്തേക്ക് അവരെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ആഹാരം കഴിക്കണ്ടേ, അവർക്ക് വസ്ത്രം ധരിക്കണ്ടേ, ഇതൊക്കെ അവരുടെ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളിലും പെടുന്നതാണ്. ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശ നിഷേധമില്ല. രണ്ടെണ്ണത്തിലെ നിഷേധങ്ങളുള്ളൂ. ഒന്ന്, ബാങ്ക് ട്രാൻസ്ഫർ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബാങ്ക് ത്രൂ ഉള്ള ട്രാൻസ്ഫർ അങ്ങനത്തെ കളിയൊന്നും അവർക്ക് പറ്റത്തില്ല. 2, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ജയിലിൽ കിടക്കുന്നത് ഈ രണ്ടെണ്ണമാണ് പ്രോബ്ലം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കൗൺസിലർ ജയിലിലല്ലേ, അയാളെ കൊണ്ടുവന്നിട്ട് സത്യപ്രതിജ്ഞ നടത്തിയില്ലേ. അപ്പോൾ എന്താ, അപ്പോൾ തിളയ്ക്കാത്തവരെന്താ ഇതിനെ കാണുമ്പോൾ കിടന്ന് തിളയ്ക്കുന്നത്? ഇത് മനസ്സിലാകാത്ത, ബോധമില്ലാത്ത കുറേ മനുഷ്യരുടെ തെറ്റായ പ്രചരണം കൊണ്ട് വരുന്നതാണ്. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ചെയ്യുന്നത്, അവർ രണ്ടുപേരും ക്രിമിനൽസ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെടാത്തിടത്തോളം നിങ്ങൾക്ക് അവരെ ക്രിമിനലാക്കാൻ പറ്റത്തില്ല. അവർക്ക് രണ്ടുപേർക്കും ആ ബോധ്യമില്ല. അവർക്കൊരു കാരണമുണ്ട്. എവരി വൺ ഹാസ് ഒരു റീസൺ ഉണ്ടാകും. എല്ലാവരും, ഇപ്പോൾ ചിലർക്ക് തലയ്ക്ക് വെളിവില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയില്ലേ, അവൻ പറഞ്ഞ എന്താണ്, എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ റൈറ്റാണ്. അതങ്ങനെയാണ്. കാലക്രമേണ നമുക്ക് പലതും വില്ലന്മാരെ എല്ലാം നല്ലവരായിട്ട് തോന്നും. ഇപ്പം രാമനും രാവണൻ്റെയും കേസ് എടുക്കാം. രാമനായിരുന്നു നമുക്ക് ഏറ്റവും ഇത്. ഇപ്പോൾ രാവണിന് ഫേവർ ചെയ്തിട്ട് സിനിമകൾ ഇറങ്ങുന്നില്ലേ, പലരുടെയും എഴുത്തുകളിലെ ഫാൻറ്റസി ആണെങ്കിൽ പോലും ദേ ആർ റൈറ്റിംഗ് ഇറ്റ് അപ്പ്, റൈറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്, കാലക്രമേണ ചിലപ്പോൾ നമ്മുടെ ചിന്താധാരകൾ മാറും. അവനിലെ ശരികളിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിക്കും. ഇപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോഴ്സ്ഫുള്ളി അവളെ ജോലിക്ക് വിടുകയും പോകണമെന്ന് പറയുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത അസുഖമുള്ള ഒരു സ്ത്രീയെ അങ്ങ് തട്ടി. അവർക്കത് വലിയ വിഷമമായിട്ട് തോന്നുന്നില്ല. നമുക്കത് വലിയ പ്രശ്നമാണ്. കാരണം അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിനെയാണ് അവൾ നിഷേധിച്ചത്. അതേപോലെ അത് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മായിയപ്പനെയും തട്ടി, സ്വന്തം ഭർത്താവിനെയും തട്ടി. പിന്നെ കറതീർന്ന കളികളല്ലേ. അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്, അവർക്കത് ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും ഇന്നയിൽ ജീവിക്കുന്നത്. നാളെയിലേക്ക് അവർ ജീവിക്കുന്നില്ല, ചിന്തിക്കുന്ന പോലുമില്ല. നാളെ എന്ത് വന്നാലും അവർ ഫേസ് ചെയ്യും. മാത്രമല്ല ഈ കേസിന് ഇത്ര മൂല്യമേ ഉള്ളൂന്ന് അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവരതിനെപ്പറ്റി വലിയ ഗഹനമായിട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. നമ്മളൊക്കെയാണ് നാളെ എന്ത് ചെയ്യുമോ എന്തോ, അടുത്ത മാസം EMI എങ്ങനെ അടയ്ക്കുമോ എന്തോ, കല്യാണം വരുന്നുണ്ട് അളിയൻ്റെ അമ്മാസൻ്റെ മോനിക്ക്, അവനിക്ക് അരപ്പവനെങ്കിലും കൊണ്ടിടണം, 1 ഗ്രാമെങ്കിലും കൊണ്ടിടണം, ഇവിടുന്ന് പൈസ ഒപ്പിക്കുമോ എന്തോ, വീട് വെച്ചു, കാറ് വാങ്ങിയില്ല, കാറ് വെച്ചു, ഗേറ്റിട്ടില്ല, കാർ ഷെഡ് ഉണ്ടാക്കിയില്ല, ഇത്യാദി ടെൻഷനൊക്കെ നമുക്കാണ്. അവർക്കെന്ത് ടെൻഷൻ? എന്തായിരുന്നാലും അവർ ക്രിമിനൽസ് ആയിക്കഴിഞ്ഞു. കുറ്റവാളികളായി മുദ്ര കുത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട അവരുടെ അടുത്ത് നിങ്ങൾ ഇതെന്തായി നടക്കണേന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് മുന്നും നോക്കാനല്ല. ഉള്ള അവസരം അവർക്ക് പഠിക്കണമെന്നേ അവർ പഠിക്കുന്നു. അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരുടെ
ജീവനും സ്വത്തിനും, സ്വത്തതിനകത്തില്ല എന്നാലും ജീവനും അവരാണ് ബാധ്യതയായിട്ടിരിക്കുന്നത്. അവരെ നോക്കിയേ പറ്റുള്ളൂ, വേറെ വഴിയില്ലെന്ന്. പോലീസുകാർക്ക് ഇടിക്കാൻ യോഗ്യതയില്ല. ഈ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നതിന് മുമ്പ് എന്തിനാ കൊണ്ടുപോയി ബ്ലഡ് വെക്കണേ? ഇവന് ഇടി കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് ചെക്കപ്പ് കിടത്തുന്നത് എന്തിനാ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ടുണ്ടെങ്കിൽ അന്നേക്ക് ഇരുന്ന ആരാണോ അതിൻ്റെ ഉത്തരവാദിയായിരുന്ന ഭരണാധികാരി ഓനെ സസ്പെൻഡ് ചെയ്യും, ഓന് പണി കിട്ടും. അപ്പോൾ നിയമങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിനും യാതൊരു രീതിയിലുള്ള അനുകമ്പയോ അനുതാപമോ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരക്കാർക്കെതിരെയൊന്നും നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പിന്നെ ശരിയത്ത് നിയമമൊക്കെ ആണെങ്കിൽ കണ്ണിന് കണ്ണ്, മല്ലിന് മല്ലി, മൂക്കിന് മൂക്ക് എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും അവരും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവരും കാശ് കൊടുത്താൽ വിട്ടേക്കാന്നാണ് ഇപ്പോൾ പറയുന്നത്. കണ്ടില്ലേ, ആക്സിഡൻറ്റിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ, കൈപ്പഴവിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ഇത്തിരി കൈമണി കൊടുത്താൽ മതി, നഷ്ടപരിഹാര തുക കൊടുത്താൽ അവരെ ഇറക്കി വിടും, അല്ലെങ്കിൽ തട്ടിക്കളയും. അതേപോലെ മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ക്ഷമിച്ചാലും വിട്ടുകൊടുക്കും. അപ്പോൾ എല്ലാത്തിനും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അവർ ക്രിമിനൽസ് ഒന്നും നമുക്ക് ബോധ്യപ്പെട്ടു. നമുക്കിടയിലേക്ക് അവർ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ ഇപ്പോൾ പറ്റുള്ളൂ. മൊത്തം അത്ര തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ നിങ്ങൾ പലരും പറയണത്, പ്രചരിപ്പിക്കുന്നത് ഇത് കൊടുക്കാൻ പാടുണ്ടോ അത് കൊടുക്കാൻ പാടുണ്ടോ എന്ന്. വർഷക്കണക്കിന് അവിടെ കിടക്കുന്ന മനുഷ്യരുടെ ആരോഗ്യസ്ഥിതി തകരാറിലായി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഭരണാധികാരികൾക്കല്ലേ ബുദ്ധിമുട്ടുണ്ടാവുക? അവർക്ക് ഒരു റൈറ്റ്സ് ഇല്ലേ? അവർക്ക് അവകാശങ്ങളില്ലേ? അവർക്ക് അവകാശങ്ങളുണ്ട്. അവർ തെറ്റ് ചെയ്യപ്പെട്ടവരാണ് എന്ന ഒരു നെഗറ്റീവ് മാർക്കുകൊണ്ട് അവരെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കും, ചിന്തനീയമാണ്. അതിനകത്ത് പോയി പെടുന്നവർക്ക് അത്യാവശ്യ വിദ്യാഭ്യാസവും റിഫോർമേഷനും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവരെ നല്ല പൗരന്മാരാക്കി പുറത്തേക്ക് വിടുക എന്നുള്ളത് അതിനകത്തുള്ള അധികാരികളുടെ ഉത്തരവാദിത്വമാണ്. അവിടെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിൾ വായന ഉണ്ടാകും, മുസ്ലിംസിൻ്റെ ദിവസം എനിക്കറിയത്തില്ല. അത്യാവശ്യം ഉപദേശകരൊക്കെ പോകാറുണ്ട്, പലരും ഇതിന് എഫർട്ട് എടുക്കാറുണ്ട്. അല്ലാതെ അവൻ ക്രിമിനൽ എന്നാൽ പിന്നെ ചങ്ങലയെ പിടിച്ച് 4 ദിക്കിൽ അങ്ങോട്ട് കെട്ടിയിട്ട് അങ്ങനെയൊന്നും നടക്കത്തില്ലല്ലോ. പണ്ട് കാലഘട്ടത്തിൽ കുരിശിലാണ് അടിച്ച് കുരിശിൽ അറഞ്ഞു വയ്ക്കും. അതിനാണ് കഴിവേറികൾ എന്ന് പറയുന്നത്. കഴിവിൽ ഏറ്റുക എന്നുള്ളതാണ് കഴുത്തിൽ കൂടെ ഇടുന്നത്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പണ്ടത്തെ കുറേ ജയിലുകളെ പറ്റി നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഭയങ്കര ക്രിമിനലാണ്, ക്രൂവലാണ്. അവിടെയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. അവർക്ക് മറയ്ക്കാനുള്ള തുണി കൊടുക്കുന്നുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ എല്ലാ നീഡ്സിനുള്ള സാധനങ്ങൾ അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു കോമൺ ഫാക്റ്റാണ്. അതൊരു എക്സാഗ്രേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഗവൺമെൻറ് തലയിലോട്ട് കൊണ്ടുവന്ന് കയറ്റുന്ന, അല്ലെങ്കിൽ പണ്ടത്തെ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടുള്ള റെസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശത്ത് ജയിലുകളിൽ കഴിയുന്ന നമ്മളുടെ നാട്ടുകാരെ നമ്മുടെ നാട്ടിൽ അതേ തുല്യ അളവിൽ ജയിൽവാസം അനുഭവിച്ചാൽ മതി എന്നുള്ള ഒരു സംഗതി മുന്നോട്ട് വെച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. പാസ്സായോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അന്നത്തെ ഒരു മീറ്റിങ്ങിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു വലിയ ആശയമായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിൽ ജയിലിലാണെങ്കിലും കുഴപ്പമില്ല, കിടന്നോട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. അവിടെ ഒത്തിരി പേര് പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ജയിൽവാസത്തിനെ അതിനകത്തേക്ക് പോയ ഒരു വ്യക്തി അവരെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ചരട് പൊട്ടിക്കാതിരിക്കുക, അത്രയും സുഖവാസമാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും പോയി ഒളിച്ചും പാത്ത് നിന്നാൽ മതി. ഏതെങ്കിലും ജ്വല്ലറി ഷോപ്പിൻ്റെ മുമ്പിൽ പോയിട്ട് ഒരുമാതിരി കുറുക്കൻ്റെ കളി കളിച്ചാൽ മതി. അപ്പോൾ പോലീസ് വരുമ്പോൾ നോക്കുമ്പോഴും അപ്പോഴും ഒരു കുറുക്കൻ്റെ കളി കളിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും സംശയാതീതമായി പിടിക്കപ്പെട്ടിരിക്കുന്നു, എടുത്തോട്ടങ്ങ് പോകും ബില്ല്. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജയിലിൻ്റെ സുഖം എന്താണെന്ന് മനസ്സിലാവും, ജയിലിനകത്ത് പെട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. ചുമ്മാ എന്തെങ്കിലും തള്ളി മറിക്കരുത് എന്ന് മാത്രം പറയുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കാൻ അപേക്ഷ. ഈ വിഷയം പറഞ്ഞുകൊണ്ട് എന്നെ ഇടിക്കാൻ വരരുത്. ഞാൻ ജോലിയെ എടുത്ത് തൂക്കി തലയെ വെച്ച് കിരീഷ്മയെ എടുത്ത് ഞാൻ ഇപ്പുറത്തെ തലയിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് വരരുത്. ദേ ആർ ക്രിമിനൽസ്. അവർക്ക് യാതൊരു രീതിയിൽ ഫ്യൂച്ചർ പ്ലാനും ഇല്ലാത്ത രണ്ടെണ്ണമാണ് ഇനി പഠിക്കണത്. അങ്ങനെയെങ്കിലും ഇച്ചിരി നേരം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തോ പഠിക്കുന്നവരാരായിരുന്നാലും ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. മരണം വരെ പഠിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പോളിസി അതാണ്. താങ്ക് യു.